യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് എൻ്റെ ഗ്രാജുവേഷൻ വിശേഷം അല്ലെങ്കിൽ ഗ്രാജുവേഷൻ്റെ വ്ളോഗാണ് ഗൈസ് ഞാനിന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഒരു ലോഡ് പുട്ടിയടിക്കുന്നുണ്ട്. കാരണം ഇന്ന് ഞങ്ങളുടെ ദിവസമാണല്ലോ, ഞങ്ങൾക്കാണല്ലോ ഗ്രാജുവേഷൻ. അങ്ങനെ ഞങ്ങൾ സാരിയാണ്, ഇതാണ് ഞങ്ങളുടെ ഗ്രാജുവേഷൻ ലുക്ക്. അങ്ങനെ ഞങ്ങൾ കോളേജിലോട്ട് പോവുകയാണ്. കോളേജിൽ വെച്ചാണ് ഗ്രാജുവേഷൻ. 4 വർഷം കഷ്ടപ്പെട്ട് പഠിച്ചത് എന്തിനു വേണ്ടി എന്ന് എല്ലാവരും ചോദിക്കുമ്പോൾ ആദ്യം ഗ്രാജുവേഷന് വേണ്ടി എന്നായിരിക്കും പിള്ളേർ പറയുക. കാരണം ഈ ഒരു ദിവസം എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അങ്ങനെ ഞങ്ങൾ കോളേജിലെത്തി, നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ആരും തന്നെ വന്നില്ല, ഞങ്ങൾ നേരത്തെ എത്തിയിരുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് പുറത്ത് ഗൗണൊക്കെ തരുന്നുണ്ടായിരുന്നു. ഗ്രാജുവേഷൻ ഇടുമ്പോൾ ഉള്ളൊരു യൂണിഫോം തരുന്നുണ്ടായിരുന്നു. പിന്നെ ജോസഫ് ഗ്രാജുവേറ്റ് ആയി, നമുക്കൊരു സെൽഫി എടുക്കാം. അതൊക്കെ ഇട്ട് പിന്നെ ഉള്ള പട്ടി ഷോയാണ് അവിടെ കിടന്ന് കാണിക്കുന്നത്. എല്ലാവരും പരസ്പരം ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ട് ഒരുപാട് നാളായി. എല്ലാവരും കാത്തിരുന്നത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നു, ഈ ഒരു സന്തോഷത്തിന് വേണ്ടിയായിരുന്നു. ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇനി പ്രോഗ്രാം തുടങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുകയായിരുന്നു. അതിന് മുമ്പുള്ള വീഡിയോസും ഫോട്ടോസും എടുക്കുന്ന സമയമായിരുന്നു അത്രയും നേരം. പിന്നെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒരുപാട് ഫണ്ണും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരു അടിപൊളി ദിവസം തന്നെയായിരുന്നു എന്തുകൊണ്ടും. ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഗാർലൻഡ് അപ്പുറത്തും ഗാർലൻഡ് വെച്ച് ഗ്രാജുവേറ്റ്സിന് അതിന് നടുക്കൂടെ നടത്തിക്കൊണ്ട് പോകുന്നത്. അത് ഞങ്ങളുടെ കോളേജിൻ്റെ ഒരു പാരമ്പര്യമാണ്. ആ ഒരു എൻട്രിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. എന്തുകൊണ്ടും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളുടെ ജൂനിയേഴ്സാണ് ഗാർലൻഡ് ഹോൾഡ് ചെയ്ത് ഞങ്ങളെ അങ്ങോട്ടേക്ക് വെൽക്കം ചെയ്തത്. ഇപ്പോൾ ജൂനിയേഴ്സാണ് ഞങ്ങളുടെ വിജയത്തിന് പിന്നിലുള്ള വേറൊരു രഹസ്യം. അവരുടെ സപ്പോർട്ട് അത് പറയേണ്ടത് തന്നെയാണ്. അതിനുശേഷം ഞങ്ങളൊക്കെ ഓരോ സ്ഥലത്ത് പോയി ഇരുന്നു. അതിനും പ്രത്യേകം ഒരു സിസ്റ്റമാറ്റിക് വേ ഉണ്ട് ഞങ്ങൾ പോയി ഇരിക്കുന്നതും അത് വരുന്നതും ഒക്കെ. അതൊക്കെ ഞങ്ങളുടെ കോളേജിൻ്റെ ഒരു പാരമ്പര്യമാണ്. എല്ലാ കോളേജിലും അതുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞ് സാധാരണ ഉള്ളതുപോലെ സ്പീച്ചും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷമാണ് മൊമെൻ്റോ കൊടുത്തത്. Miss Sinna Mahin B, daughter of late Mr. Mahin and Mrs. Bindu Mahin. ഇങ്ങനെ സ്റ്റേജിൽ നമ്മുടെ പേരൻസിൻ്റെ പേര് വെച്ച് നമ്മുടെ പേര് വിളിക്കുമ്പോൾ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് റൊമാൻസിഫിക്കേഷനൊക്കെ ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് അവിടെ നമുക്ക് കിട്ടും. എന്തോ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നിയായിരുന്നു. Sinna is the daughter of late Mahin A and Mrs. Bindu L from Pooar, Trivandrum. അതിനുശേഷമാണ് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ അവാർഡ് എനിക്ക് കിട്ടിയത്, ബെസ്റ്റ് ക്ലിനിക്കൽ പെർഫോമൻസ് അവാർഡ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ലായിരുന്നു. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. എൻ്റെ മാത്രമല്ല, എൻ്റെ വീട്ടുകാരുടെയും കണ്ണൊക്കെ നിറഞ്ഞു. വല്ലാത്തൊരു സന്തോഷം തോന്നി. അങ്ങനെ എനിക്കങ്ങനെ കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടി. KNMC രജിസ്ട്രാർ ഡോക്ടർ സോന മാമാണ് അവാർഡൊക്കെ തന്നത്. അതിലും ഞാൻ അഭിമാനിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ഒഫീഷ്യൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഇനി അടുത്ത ഫോട്ടോ സെക്ഷനാണ്. നമ്മൾ ഇനി ഫ്രണ്ട്സുമായിട്ട് എൻജോയ് ചെയ്യുന്ന ടൈമാണ്. ഇനിയുള്ളതെല്ലാം നമ്മുടെ അൺഒഫീഷ്യലായിട്ടുള്ള പ്രോഗ്രാംസാണ്. അത് കഴിഞ്ഞ് വീട്ടുകാരുമായിട്ടൊക്കെ കുറേ ഫോട്ടോസും വീഡിയോ സെൽഫീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തു. ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇനി എൻജോയ് ചെയ്യാനുള്ള സമയമാണ്. ഇപ്പോഴാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത മെയിൻ സംഭവം എത്തിയത്. ഇറ്റ്സ് ദ ടൈം ഫോർ DJ. എല്ലാവരും കൂടെ സൂപ്പറായിട്ട് എൻജോയ് ചെയ്ത ഒരു ഡേ ആയിരുന്നു. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
ഇതുപോലത്തെ വീഡിയോയുമായി ഞാൻ ഇനിയും വരും. അപ്പോൾ നെക്സ്റ്റ് വിശേഷമായി അടുത്ത വീഡിയോ കാണാം. ഓക്കെ ബൈ.